Hey guys, it's successfully wasted half. Now I have to save the other half. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. കുറച്ച് ദിവസമായിട്ട് ഉറക്കം തീരെ ശരിയാ. നൈറ്റ് ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. എണീച്ചിട്ട് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഇപ്പം ഇങ്ങനെ ഇരിക്കാം. ഞാൻ കുറേ നേരം ഫോൺ നോക്കി. എനിക്ക് കുറേ പണികൾ ബാക്കിയുണ്ട്. ഭയങ്കര ബെസ്റ്റാണ്. എൻ്റെ കബോർഡൊക്കെ ഫുള്ള് തുണി ചടപടാന്നുള്ളത്. ഒരുമാതിരി എന്നൊരു ഫീലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നി വ്ലോഗ് എടുക്കുവാണെങ്കിൽ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ എനിക്കൊരു തോന്നൽ. ഇപ്പം സമയം 3 മണി വരെ ഞാൻ വേസ്റ്റ് ചെയ്യും. ഞാൻ ഓഫാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. മടി കാരണം അപ്പോൾ ചെയ്യാനുള്ള പണികൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ പരിപാടിയും കുറച്ച് ദിവസം ഞാൻ കുളിക്കാനിട്ട് പരിപാടികളുണ്ടപ്പോൾ നമുക്ക് ദിസ് വിൽ ബി എ വെരി ഷോർട്ട് വീഡിയോ ഓഫ് ഡേ. അപ്പോൾ വെറുതെ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് സ്നേഹം കാണിക്കാം. ചെറിയ വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കും. ഞാനിരുണ്ടേനെ സ്ഥലം മാറ്റി. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ തുണി അലക്കുക. അതിൻ്റെ ആ വാഷിംഗ് മെഷീനിലോട്ടൊന്ന് കൊണ്ടിട്ടാൽ മതി. അതിനാണ് ഞാൻ ഇത്രയും ദിവസം തുണി അലക്കാണ്ട് വെച്ചത്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഈസ് ടു ക്ലീൻ. ഭയങ്കര മടിച്ച് ഫേസിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ തോന്നാറില്ല. മോർണിംഗ് എണീക്കുക, ഹോസ്പിറ്റലിൽ പോവുക, വൈകിട്ട് വരിക, വന്ന ഉടനെ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എണീച്ച് ഫുഡ് കഴിക്കുക, പിന്നെ നൈറ്റ് ഉറക്കം കിട്ടൂല. ഇതാണ് സത്യാവസ്ഥ. ബട്ട് ഐ എം ട്രൈങ് ടു ചേഞ്ച്. കുറച്ചൊക്കെ പ്രൊഡക്റ്റീവ് ആവണം എന്നൊക്കെ ഉണ്ട്. ഒരു പ്രോപ്പർ റൊട്ടീൻ കൊണ്ടുവരേണ്ട ടൈം ആയിട്ടുണ്ട്. അത്രയും മോശമാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഞാൻ ഈ പറയുന്ന കേട്ട് നിങ്ങൾ ഒട്ടും മോട്ടിവേറ്റഡ് ആവാൻ പോകുന്നില്ല എന്നറിയാം. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തോ പറയണം തോന്നി. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും മടിച്ചായിട്ട് കുറച്ചായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആവാൻ തുടങ്ങി. എണീച്ചോ പോയി വല്ല പണിയെടുക്ക്. വൃത്തിയാക്കിയപ്പോഴാണ് കണ്ടത് കുറച്ച് ബുക്ക് കാണാനില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്, അത് തിരികെ വാങ്ങണം. ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ വന്നിട്ട് വായിച്ച ബുക്സാണ്. മുതലും റോംകോമാണ്. അത് ബോറടിക്കുമ്പോൾ കുറച്ച് ത്രില്ലേഴ്സും പിന്നെ 1-2 ഓട്ടോബയോഗ്രഫീസ്, നോൺ ഫിക്ഷൻ ബുക്സ് വായിക്കാൻ വായിച്ച് തുടങ്ങുന്നുണ്ട്. ഭയങ്കര മടിയാണ് ബുക്സ് വായിക്കാൻ. അതായത് ഇനിയിപ്പോൾ എന്ത് കഥയാണ് പറയാനുള്ളത്? ഞാൻ ഇനി ഒരു 6 മാസം കൂടെ ബാംഗ്ലൂരിലോട്ടോ. 4 വർഷമായി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട്. 6 മന്ത്സിൽ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിയും. പക്ഷെ ഞാൻ അത്യാവശ്യം ലീവൊക്കെ എടുത്തതുകൊണ്ട് എക്സ്റ്റൻഷന് ചാൻസ് ഉണ്ട്. ഡെങ്കു വന്നിട്ട് 3 ആഴ്ചയാണ് ഞാൻ ലീവ് എടുത്തത്. അത് മെഡിക്കൽ ലീവായിട്ട് കൺസിഡർ ചെയ്യുമോ എന്നുള്ളതൊന്നും ഇപ്പം എനിക്കറിയില്ല. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ റൂമൊന്ന് വൃത്തിയായി കാണുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതൊരു നല്ലൊരു സുഖമാണ്. ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷൂ റാക്കിൻ്റെ ഉള്ളിൽ മൊത്തം ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഓരോ ലെയേഴ്സൊക്കെ പോന്നിട്ട് ചെരുപ്പുകളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കണേ. ഞാൻ മുന്നേ നിന്നിട്ടുള്ള പി ജിയിലൊക്കെ ഷൂ റാക്ക് അവൈലബിൾ ആണ്. പി ജിയിൽ തന്നെ തരും. പക്ഷേ ഇവിടെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഗൗരിയും കൂടെ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇതാണെങ്കിലും ഒരു പൊട്ട ഷൂ റാക്ക്. ഒന്ന് തട്ടുമ്പോഴേക്കും ഇതിൻ്റെ റാക്കൊക്കെ അങ്ങ് കൊഴിഞ്ഞു വീഴും. ഇറ്റ്സ് ടൈം 4:30. ഇത്രയും നേരം ഞാൻ പണിയെടുക്കായിരുന്നു, ഒന്നും റെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ തുണി അലക്കാനിട്ടിരുന്നല്ലോ, അത് ആറാനിടണ്ടേ. ഇവിടുത്തെ മെഷീൻ ഇടയ്ക്ക് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, നോക്കാവില്ല. തുണി അങ്ങനെ ഇട്ടതെങ്ങനെയാണോ അതേപോലെ ഉണ്ട്. ഇപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ട് നോക്കാം. ഹായ്, ഇപ്പോൾ സമയം 5 മണിയായി. ഞാൻ പോയി ഇനി കുളിക്കട്ടെ, ഒന്ന് തേച്ച് വരച്ച് കുളിക്കട്ടെ. ഡെങ്കു വന്നതിന് ശേഷം ഭയങ്കര ഹെയർ ഫോളാണ്.
മുടി വരികയാണ്. ഇനി എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 3-4 മാസത്തിന് മുട്ടാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ തൊടുമ്പോഴേക്കും മുടി വരിക ശരിക്കും പേടിയാവുന്നു. കിടന്നെണീച്ചാൽ ഇല്ലാതൊക്കെ മുടിയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഞാൻ പുതിയ വാങ്ങിച്ചാണ് മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ. ഇറ്റ്സ് ഫോർ ആക്നെ പ്രോൺ സ്കിൻ ആൻഡ് ഓയിലി സ്കിൻ. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഇത് കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട്. ഒരു ടൈം ആകുമ്പോൾ സ്കിന്ന് മൊത്തം ഡ്രൈ ആവും, വേറൊരു ടൈം ആകുമ്പോൾ ഓയിലി ആവും. ലൈക്ക് സീസണിനനുസരിച്ച്. ഓക്കെ, തണുപ്പ് വരുമ്പോഴാണ് തോന്നുന്നു ഭയങ്കര ഡ്രൈ ആണ്. ആ സമയത്താണ് ഞാൻ സെറ്റാസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഒരു നല്ലൊരു ഓയിലി സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം ഞാൻ വാങ്ങിച്ചത് മിനിമലിസ്റ്റാണ്. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഡോട്ട് ആൻഡ് കീൻ്റെ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ അതെനിക്ക് അത്ര നല്ലതായി തോന്നിയില്ല. ഡോട്ട് ആൻഡ് കീൻ്റെ പക്ഷേ സൺസ്ക്രീൻ അടിപൊളിയാണ്. ഇതിപ്പോൾ എൻ്റെ 3-4ാമത്തെ ബോട്ടിലാണ്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ആണ്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ 2 പെർഫ്യൂം ഉണ്ട്, ഇതുപോലെ 2 ബോഡി ക്രീം ഉണ്ടല്ലോ. ഒക്കെ എൻ്റെ മേമ അറിയാതെന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവരിപ്പിക്കുന്നതാണ്. ഇത് നല്ല സ്മെല്ലാണ്. ഹലോ ബ്യൂട്ടിഫുൾ ആണ്. ഇത് നല്ല ഒരു നല്ല ചായ ഉണ്ടാക്കി കുടിച്ചാൽ. ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരുടെ എല്ലാമായി കെറ്റിലിൽ ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരി വന്നത്. ആളെനിക്കൊരു സ്വീറ്റ് പാനൊക്കെ കൊണ്ടുവന്നു. സ്വീറ്റ് പാൻ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഞാൻ ആൾക്കും കൂടെ ചായ ഇട്ടു. ഞാൻ ഇപ്പോൾ കഴിച്ചത് സ്വീറ്റ് പാനാട്ടോ. ഓഫീസിൽ നിന്ന് ഗൗരിക്ക് കിട്ടാറുണ്ട്, ആഴ്ചയിൽ ഒരിക്കലാന്ന് തോന്നുന്നു. ഒരു തുണി വാഷിംഗ് മെഷീനിലിട്ടത് ഓർമ്മ ഉണ്ടോ? അത് ആറിട്ടിട്ടില്ല ഇത്രയും നേരമായിട്ട്. അത് ഇത്രയും നേരമായിട്ട് ആറിട്ടിട്ടില്ല. വാഷിംഗ് മെഷീനിൽ തന്നെ ഉണ്ട്. സമയം 6 മണിയായി. എന്തോ നല്ലൊരു മൂഡിലാണ് ഞാനിപ്പോൾ. കുറച്ചായിട്ട് വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു നോവലാണ് ഇത്. യെല്ലോ ഫേസ് എന്നാണ് ഈ നോവലിൻ്റെ പേര്. എനിക്കാണെങ്കിൽ ഒരു ബുക്ക് പകുതിക്ക് ഇട്ടിട്ട് വേറൊരു ബുക്ക് വായിക്കാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ വേറെ നോവൽസ് ഒന്നും വാങ്ങിയിട്ടില്ല. സ്ഥിരമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം, ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ മാസമായി. ഒന്നെങ്കിൽ ഞാൻ ആ ബുക്ക് ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് വേഗം വായിച്ചു തീർക്കണം. സംഭവം എനിക്ക് ആ ബുക്ക് ഇഷ്ടമാവുന്നില്ല. കുറച്ച് വായിക്കുമ്പോഴേക്കും ബോറടിക്കുന്നു. മിക്കവാറും ഞാൻ ആ ബുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ഒന്ന് വാങ്ങും. ഞങ്ങൾക്കിപ്പോൾ നല്ല മൂഡാണ്. അപ്പോൾ നമ്മളൊരു ഡാൻസ് കളിക്കാൻ വിചാരിച്ചു. അതെ, ഭ്രാന്താണ്. പീരീഡ്സ് ആവാറായതിൻ്റെ ഒരു രണ്ടുപേർക്ക് അതിൻ്റെതൊരു ഇതാണെന്നാണ് തോന്നുന്നത്. ഏതോ മറ്റേ റെസ്റ്റോ ബാറിലോ പബ്ബിലൊക്കെ പോകുന്നത് രാത്രി. നല്ല മൂഡായി കഴിഞ്ഞാൽ ഗേൾസ് ഇങ്ങനെയാണ്. ബോയ്സ് നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ഡാൻസ് വീഡിയോ എടുത്തിരിക്കണോ. എന്താ ഇപ്പം സമയം 10:15. വേറെ പരിപാടിയൊന്നുമില്ല, ഉറങ്ങാം. ഇന്നെങ്കിലും ഞാൻ നേരത്തെ ഉറങ്ങും. അപ്പോൾ എന്താ ഇത്രയുള്ള വീഡിയോ. ഇതിപ്പോൾ ലോങ് ആണോ ഷോർട്ട് വീഡിയോ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. അത്യാവശ്യം കുറേ ക്ലിപ്സ് എത്തും തോന്നുന്നു. If you like this video, do share this video with your friends and family, and thank you so much for watching. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം എന്ന് വിചാരിക്കാം. Okay, see you soon. Bye.